ഹായ് കൽക്കുണ്ട് തന്നിട്ട് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ നാനോൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു വെള്ളത്തിൽ ലീക്ക് വന്ന് വെള്ളം ഉള്ളിലേക്ക് വരണമെന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അന്ന് ഒരു ഷീറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടും കാര്യം ഉണ്ടായില്ല, പിന്നെയും വെള്ളം വരുന്നുണ്ട്. നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ആ ഒരു ഏരിയ അല്ല, വേറെ എവിടെ നിന്നോ വെള്ളം വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളത് ഫൈൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി തപ്പി പിടിച്ച് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മളത് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്താണ്. നമ്മുടെ ഹെഡ്ലൈറ്റ് അയച്ചു നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ തുരുമ്പാണ്, ഇവിടെ ചെറിയ ഹോളൊക്കെ ഉണ്ട്, ഇവിടെ ഒരു വഴിക്ക് വെള്ളം ഇറങ്ങുന്നുണ്ടാവാം. പിന്നെ മുകളിൽ നിന്ന് നമുക്ക് ഗ്ലാസ് കൂടെ ഈ സൈഡിൽ കൂടെ വരുന്ന വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇത് കൂടെ ഇങ്ങനെ വന്ന് ഇത് ഈ വഴിക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു ഉള്ളിലേക്ക് പോകുന്നുണ്ടാവണം എന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇവിടെ സ്റ്റിക്കർ പോലെ സാധനം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വിണ്ട് കയറിയിട്ട് ആകെ ഇതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ ഭാഗം ഫുള്ള് ഉരച്ച് എടുത്ത് രണ്ടാമത് പേസ്റ്റുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഒരു പോർഷൻ അങ്ങനെ ഉണ്ട് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതും നമ്മൾ റബ്ബ് ചെയ്തെടുത്തൊക്കെ പേസ്റ്റ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റബ്ബ് ചെയ്ത് പേസ്റ്റ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പുതിയ പേസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നമുക്കൊരു ചെയ്യാനുള്ളൊരു പരിപാടി. പിന്നെ വേറെ എവിടെയും നമുക്ക് വേറെ ഒരു ഇഷ്യൂസും കാണുന്നില്ല. നമ്മൾ ചുറ്റുഭാഗം നോക്കിയപ്പോഴും വേറെ എവിടെയും ഒരു ഹോളോ വേറെ ഇഷ്യൂസൊന്നും കാണാനില്ല. ഇതും ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പോൾ നമ്മൾ ഇത് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കുകയാണ്. ഇത് ക്ലിയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് അറിയാം. പിന്നെ മഴ കൊണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇത് ഈ സൈഡ് മാത്രമല്ല കേട്ടോ, ഈ സൈഡ് രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഇത് ഡ്രൈവർ സൈഡാണ്. ഇവിടെ ഇങ്ങനെ സെയിം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും ചെറിയ പ്രശ്നമുണ്ട്. അതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്കത് അവിടെയും ആ പേസ്റ്റിൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വേറെ എവിടെ നമുക്ക് ഇഷ്യൂ കാണുന്നില്ല. അത് രണ്ടുമാണ് കണ്ടത്. ഇപ്പോൾ ഈ രണ്ട് സൈഡിലും ഹെഡ്ലൈറ്റ് ഊരിയിട്ട് ഇപ്പോൾ ഞാനൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്കത് എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് നമ്മൾ ഇതിട്ടതാണ്. ഇത് നമുക്ക് എ സിയുടെ ആ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും അത് കൂടെ കിനിവുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു എ സിയുടെ അതിൻ്റെ ഉള്ളിലൊരു കപ്പുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. അത് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതുപോലത്തെ എന്തെങ്കിലും വെച്ച് നമുക്ക് പേസ്റ്റ് ചെയ്തിട്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അത് കൂടിയും വെള്ളം വരാം. ഈ 3 കാരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് ബേസിക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ക്ലിയർ ചെയ്തിട്ട് ഞാൻ ക്ലിയർ ആയോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറയാം, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ. പിന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിലേ ഇപ്പോൾ നമുക്ക് കാണില്ലേ ഒരു കിനിഞ്ഞ പോലത്തെ ഒരു പാട് ഒരു ഇതായിട്ടുള്ളത്. അതുപോലെ അതിന് മുകളിലും കാണാം നമുക്ക് വരണം. ഇത് രണ്ടാണ്. ഒന്നും മറ്റേ ഗ്ലാസിൻ്റെ തൊട്ട് ഞാൻ കാണിച്ചില്ലേ, അവിടെ ചെറിയൊരു ഇതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ താഴെ കാണുന്ന ഇതാണ്. ഈ രണ്ട് പോർഷനാണ് നമുക്ക് ഒരു ലീക്ക് വരാനുള്ള ചാൻസ് കാണണേ. അവിടുന്ന് മറ്റേ ഞാൻ നേരത്തെ കാണിച്ചല്ലോ 2 സ്ഥലം, ആ 2 സ്ഥലമാണ്. ആ സ്ഥലം ഈ താഴെ കാണുന്ന സ്ഥലം, ഈ 2 തുരുമ്പിൻ്റെ പാട് കാണുന്ന സ്ഥലത്തു നിന്നായിരിക്കണം ഈ വെള്ളം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവേണ്ടതാണ്. ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതും കൂടി വെച്ചിട്ട് നമുക്ക് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൽ ഞാൻ പറയാം ഇതെങ്ങനെയുണ്ട്, സക്സസ് ആണോ സക്സസ് അല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ താഴെ വെള്ളം വരുന്ന ആൾക്കാർക്ക് ഇത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.